നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യപ്പ സംഗമത്തെക്കുറിച്ചാണ്. സർക്കാർ ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണല്ലോ. ശബരിമല അയ്യപ്പ സംഗമം എന്നുള്ളത് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പാണ്. ശബരിമല അയ്യപ്പ ക്ഷേത്രം മഹാക്ഷേത്രം ഭക്തജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രവും കേരളത്തിൻ്റെ ആത്മീയ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അമൂല്യമായ ഭാഗവുമാണ്. വർഷം തോറും ലക്ഷക്കണക്കിന് ഭക്തർ മല കയറുമ്പോൾ അത് മതാചാരം മാത്രമല്ല, സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെയും ആത്മീയ പുനരുജ്ജീവനത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. എന്നാൽ സർക്കാരിൻ്റെ സമീപനം ഭക്തജനങ്ങളെ നിരാശരാക്കുന്നതും ഇരട്ടത്താപ്പ് നിറഞ്ഞതുമാണ് എന്നുള്ളത് നമുക്ക് പല വിഷയങ്ങളും കാണാം. ഒരു വശത്ത് ഭക്തരുടെ വികാരങ്ങളെ മാനിക്കുന്ന സർക്കാർ പ്രസ്താവനകൾ നടത്തുമ്പോൾ, മറുവശത്ത് വിശ്വാസത്തോട് വിരോധാഭാസമായ നടപടികൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് നാം പല കാര്യങ്ങളും കണ്ടു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ പേരിൽ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചും ഭക്തിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് സർക്കാർ പരാജയപ്പെടുകയും ചെയ്തത് നിരവധി സംഭവങ്ങൾ നാം കണ്ടു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഭക്തരുടെ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സർക്കാർ ഭരണകാലത്ത് നിയമം മാത്രം ചൂണ്ടിക്കാട്ടി വിശ്വാസത്തെ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. ശബരിമല അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയ വിഷയമല്ല, ഭക്തിയുടെ മഹാസംഭവമാണ്. ഭക്തജനങ്ങളുടെ വികാരങ്ങൾക്കും മതാചാരങ്ങൾക്കും സർക്കാർ യഥാർത്ഥ ബഹുമാനം നൽകണം. വിശ്വാസവും നിയമവും തമ്മിൽ സംഘർഷമുണ്ടാകാതെ സമത്വവും മാന്യതയും പുലർത്തിയാൽ മാത്രമേ ഭരണകൂടത്തിന് ഭക്തജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കുവാൻ വേണ്ടി കഴിയുള്ളൂ. ഈ സർക്കാരിന് അതിന് സാധ്യമാകും എന്നും തോന്നുന്നില്ല. സംഗമത്തിന്റെ ആത്മീയ മഹത്വവും ഭക്തജനങ്ങളുടെ വികാരങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നതാണ് ഏവരുടെയും ആവശ്യം. എന്നാൽ സർക്കാരിന്റെ കഴിഞ്ഞകാല നടപടിക്രമങ്ങൾ നാം ഓർത്തു നോക്കണം. ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റുന്നതിനു വേണ്ടി വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയേ മതിയാകൂ എന്നുള്ള രീതിയിൽ സർക്കാരും നേതൃത്വം നൽകുന്ന പാർട്ടിയും നിന്നത് നാം കണ്ടതാണ്. കോടതി വിധിയുടെ പിൻബലമുണ്ട്, കോടതി വിധി നടപ്പിലാക്കിയേ കഴിയൂ എന്നാണ് അന്ന് സർക്കാർ പറഞ്ഞതെങ്കിൽ, സർക്കാർ നടപ്പിലാക്കാതിരിക്കുന്ന നിരവധിയായ സുപ്രീം കോടതി വിധികളുണ്ട്, എത്രയോ ഹൈക്കോടതി വിധികളുണ്ട് ഇനിയും നടപ്പാക്കാതെ കിടക്കുന്നത്. അതൊന്നും സർക്കാരിന് പ്രശ്നമല്ല. പക്ഷേ ഈ വിധി നടപ്പിലാക്കിയേ മതിയാകൂ എന്നായിരുന്നു വാശി പിടിച്ചുകൊണ്ട് സർക്കാർ അങ്ങനെ ഒരു നിലപാട് തന്നെ സ്വീകരിച്ചു. അതിന്റെ ഫലമായി ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു. അവരെ അറസ്റ്റ് ചെയ്തു. ഇന്നും അതിന്റെ കേസുകളുമായി കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് അയ്യപ്പ ഭക്തന്മാർ. ഈയൊരു സാഹചര്യത്തിലാണ് അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ഒരു സംഗമം സംഘടിപ്പിക്കുന്നത്. അത് തന്നെ ലക്ഷങ്ങൾ തുലച്ചുകൊണ്ടാണ് എന്നാണ് അറിയുവാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ മറ്റൊരു സംഗമത്തിന്റെ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഹിന്ദു ഐക്യവേദി തുടങ്ങിയ സംഘടനകളാണ്. ഏതായാലും ഇത് രണ്ടും നമുക്ക് കാണാം. സർക്കാരിന്റെ അയ്യപ്പ സംഗമവും യഥാർത്ഥ വിശ്വാസികൾ സംഘടിക്കുന്ന സംഗമവും ഇനി അതിന് ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.